ജഡത്തിൻ്റെ സ്വഭാവം നമ്മളെ കീഴ്പ്പെടുത്തിയാൽ നാം നിത്യനാശത്തിന്, നിത്യനരകത്തിന് യോഗ്യരായിത്തീരും. ദൈവിക ന്യായവിധിയുടെ കരം ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്നാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കിരീട നഗരം എന്നറിയപ്പെട്ടിരുന്ന സോർ നഗരത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ദൈവിക ന്യായവിധി ഇറങ്ങി വന്നത്? ദൈവത്തെ മറന്ന് അഹംഭാവത്തോടെ, അഹങ്കാരത്തോടെ ജീവിച്ചിരുന്നൊരു ജനത്തിൻ്റെ നടുവിലേക്കാണ് ദൈവിക ന്യായവിധി ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൗഢഗംഭീരത്തോടെ, അഹംഭാവത്തോടെ, എന്തും തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഭാവത്തോടെ ജീവിച്ച ആ നഗരത്തിൽ ദൈവികമായ കരം ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. ദൈവസന്നിധിയിൽ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു പാപമാണ് നിഗളം അഥവാ അഹങ്കാരം എന്നുള്ളത്. ഇവിടെ ഈ നഗരത്തിൽ ആ ഒരു പാപം സംഭവിച്ചിരിക്കുകയാണ്. മറുവശത്ത് നാം ചിന്തിക്കുകയാണെങ്കിൽ, നാം ഇതിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ദേവാലയ പണിക്ക് വേണ്ടി ദാവീദിനും ശലോമോൻ രാജാവിനും വേണ്ടിയൊക്കെ വളരെ സഹായം നൽകിയിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ പട്ടണം. എന്നാൽ പിൻകാലത്ത് ദൈവത്തെ മറന്നുകൊണ്ട്, ജനത്തെ മറന്നുകൊണ്ട് അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിനും പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവിക ന്യായവിധിയുടെ കരം ഈ പട്ടണത്തിൻ്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, എത്ര ശ്രേഷ്ഠത ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാലും, ഉന്നതം ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവികമായ ആ ഭാവത്തോടെ നാം ജീവിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിലുള്ള ഭാവത്തോടെ നാം ജീവിച്ചില്ലെങ്കിൽ, ജഡത്തിൻ്റെ സ്വഭാവം നമ്മളെ കീഴ്പ്പെടുത്തുമെന്ന ആണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജഡത്തിൻ്റെ സ്വഭാവം നമ്മളെ കീഴ്പ്പെടുത്തിയാൽ നാം നിത്യനാശത്തിന്, നിത്യനരകത്തിന് യോഗ്യരായിത്തീരും. ദൈവിക ന്യായവിധിയുടെ കരം ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്നാണ് ഈ അധ്യായത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. പാപത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്ത് മക്കൾ അവകാശികളും സ്വന്തം പുത്രൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി നമ്മളെ തീർത്തിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ പ്രവാസകാലം വളരെ ഭയത്തോടെ കഴിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ വഴികൾ, സാഹചര്യങ്ങൾ, ശ്രേഷ്ഠതകൾ ദൈവം നൽകി തരുമ്പോൾ വളരെ വിനയത്തോടും ഭയത്തോടും ഭക്തിയോടും താഴ്മയോടും നമ്മൾ ഓരോ ദിവസവും നാം ജീവിക്കണമെന്ന് ഈ അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.